പാദപീഠത്തിലേക്ക് കർത്താവെ കൃപാത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് മഹാഭാഗ്യം തന്നല്ലോ കർത്താവെ. അപ്പ സ്തോത്രം സ്തോത്രം സ്തോത്രടിയായിട്ട് താഴ്ച സമർപ്പിക്കുന്ന കർത്താവെ. അടിയുടെ നാവോടുകൂടെ കർത്താവെ ഇരിക്കണമേ. കർത്താവെ സ്തങ്ങൾ കർത്താവെ എന്റെ നാവിനെ അങ്ങ് നിയന്ത്രിക്കണേ കർത്താവെ. അപ്പൊ അങ്ങയുടെ കരങ്ങളിൽ തരുന്നേ അപ്പ താഴ്ച സമർപ്പിക്കണേ കർത്താവെ. ഇന്നത്തെ വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹമായി വിടുതലായി തരുവാൻ സഹായിക്കണമേ അപ്പ. കർത്താവെ സ്തോത്രം 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 കർത്താവെ. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നതേക്കായി സ്തോത്രം. കർത്താവായ യേശു കൃഷ്ണനാഥന്റെ പിതാവേ, ആമേൻ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22 വാക്യവ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നുള്ള ആ വചനമാണ് നമ്മുടെ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന കാണാൻ പിടിച്ചിട്ടുള്ള വാക്യമാ. പക്ഷെ നമുക്ക് എത്രമാത്രം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമ്മളെല്ലാം അതിനുവേണ്ടി നമുക്കറിയാമല്ലോ, ദൈവരാജ്യം ആദ്യം ഏൽപ്പിച്ചത് യഹൂദന്മാർ, അത് ഇസ്രയേലിനെയാണ് ദൈവരാജ്യം. അത് 2 ദിനവൃത്താന്തത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ദാവീദ് ഗൃഹത്തിനെയാണ് അത് ദൈവരാജ്യം ആദ്യം ഏൽപ്പിച്ചത്. 2 ദിനവൃത്താന്തം 13:8 പറയുന്നുണ്ട്, യഹോവയുടെ രാജ്യം ആദ്യം കൊടുത്തത് ഇസ്രയേലിനാണ്, അതായത് ദാവീദിന്റെ കുടുംബത്തിനാണ്. അവർ അതിന്റെ ഫലം കൊടുക്കാഞ്ഞതിനാലാണ് അതെടുത്ത്, അതായത് മത്തായി സുവിശേഷം 21-ാം അധ്യായം 43-ാം വാക്യത്തിൽ കണ്ടു, അതിന്റെ ഫലം കൊടുക്കാഞ്ഞതിനാലാണ് എടുത്ത് അത് ജാതികൾക്ക് പിന്നെ കൊടുക്കാനിടയാത്, ദൈവത്തെ അറിയാതെ ജാതികൾ കൊടുക്കാനിടയാത്. അന്നേരം ഇത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഫലം കൊടുക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ ആരാണെന്ന് ബോധത്തോടു കൂടി തന്നെ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അതായത് നമ്മൾ പറയുന്നു നമ്മുടെ പൗരത്വം ഇവിടെ അല്ല, സ്വർഗത്തിലാ എന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അനുദിന ജീവിതത്തിൽ നമുക്ക് നല്ലതായിട്ട് അറിയാം നമ്മൾ ആരാ. നമ്മുടെ പൗരത്വം ഇവിടെയല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. നമ്മളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിരിക്കാൻ തന്നെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അന്നേരം അത് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണെങ്കിൽ കർത്താവിന്റെ ആ സ്വഭാവം നമ്മൾ ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഒന്നാമത് പറയുന്നത് സ്നേഹം എന്ന ഗുണമാണ്. സ്നേഹം എന്ന ഗുണം വളരെ വ്യക്തമായിട്ട് നമ്മൾ എല്ലാവരും എപ്പോഴും ആദ്യം വരുന്ന അഗപ്പെ എന്ന സ്നേഹമാണ്. അന്നേരം ഈ ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതിയേക്കുന്നതിനെ ഗ്രീക്ക് ഭാഷ എന്നാണല്ലോ. ഗ്രീക്ക് ഭാഷയിലെ 8 സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. 8 സ്നേഹമുണ്ട്. ഇത് അഗപ്പയുണ്ട്, ഫീലിയോ എന്ന് പറഞ്ഞ 2ാമത്തെ ഒരെണ്ണമുണ്ട്, സ്റ്റോർഗെ എന്ന് പറഞ്ഞ 3, അങ്ങനെ പ്രാഗ്മ എന്ന് പറഞ്ഞ 4ാമത്തെ ഒരെണ്ണമുണ്ട്. അത് നല്ല ഇത്. പിന്നെ വരുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ലവിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് അത് എറോസ് എന്നുള്ള, പിന്നെ ലുഡൂസ് എന്ന് പറഞ്ഞ, അങ്ങനെ അതെ നമുക്ക് ഈ നേരം അഗപ്പയും ഫിലിയാണ് നമ്മൾ പ്രധാനമായിട്ടും അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തില് ഈ 2 കൂടെ ഒരുമിച്ച് വരുന്ന കാണുന്നുണ്ട്. അഗപ്പ സ്നേഹവും, അതെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന കുഞ്ഞാടുകളെ മേയ്ക്കാണ്. കുഞ്ഞാടുകളെ മേയ്ക്കണം എന്നുണ്ടെങ്കിൽ സഹോദര സ്നേഹവും വേണം, ദൈവസ്നേഹം കൂടെ നിറഞ്ഞെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള വ്യക്തിക്ക്. അതാണ് പത്രോസിനോട് ചോദിക്കുന്നത്. ഈ 2 സ്നേഹവും കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത്. നമുക്ക് ആ ദൈവസ്നേഹത്തിൽ ഒന്ന് യോഹന്നാൻ ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന സ്നേഹത്തിനെ കുറിച്ചാ. ദൈവത്തെ അതായത് സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെന്ന് തന്നെയാ. കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. അന്നേരം നമുക്ക് നമ്മുടെ ജീവിതത്തില് അതായത് സ്നേഹം, യാക്കോബ് ഒന്നുകൂടെ പറയുന്നുണ്ട്, സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാലും പ്രവൃത്തിയില്ലാത്ത ഇതെല്ലാം നമ്മുടെ പ്രവൃത്തിയിലൊന്നും കാണിച്ചില്ലെങ്കിൽ അതെന്തൊരു സ്നേഹമാണ്.
നമുക്ക് അനുദിന ജീവിതത്തിൽ നമുക്ക് പ്രവൃത്തിയിൽ അത് കാണിക്കാൻ പറ്റുന്നുണ്ടോ? ലോകത്തിൽ ഒരു കൂട്ടം ആളുകള് ദൈവമക്കളെല്ലാം കഷ്ടതയിൽ കഴിയുന്നു, അല്ലെങ്കിൽ അവിടെ ഇവിടെ നമ്മളെല്ലാം അനുദിന വാർത്ത. പക്ഷെ എത്രമാത്രം നമ്മൾ അതിനകത്ത് ഇതുണ്ട്, നമുക്ക് അവരെ കുറിച്ച് ഇതുണ്ടോ, നമ്മുടെ സ്നേഹം നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്നുണ്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം അനുദിന ജീവിതത്തില്. അടുത്ത ഇത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് വെളിച്ചത്തിൽ സഹോദരനെ സ്നേഹിക്കുന്ന 1 യോഹന്നാൻ 2:10 പറയുന്നുണ്ട്, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു എന്നുള്ളതാണ്. വെളിച്ചത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ അതായത് എന്ന് വെച്ചാല് സ്നേഹിക്കാത്തവൻ ഇരുട്ടിൽ വസിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ അടുത്ത വാക്യത്തിൽ തന്നെ പറഞ്ഞു ഇരുട്ടിൽ വസിക്കുന്നു. ഇരുട്ടെന്ന് പറഞ്ഞാൽ അറിയാലോ, പിശാചിന്റെ അധീനതയിലായിരിക്കും അവൻ വസിക്കുന്നത്. അന്നേരം നമുക്ക് യഥാർത്ഥമായി എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? നമ്മെ കർത്താവ് സ്നേഹിച്ച് എങ്ങനെയാ? ദൈവത്തെ രൂപത്തിരിക്കാൻ, ദൈവത്തോളം സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷം കൊണ്ട് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് ക്രൂശമരണത്തോളം അനുസരണമുള്ളതിനായി തീർന്ന് നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവിന്, അതെ നമുക്ക് മാതൃകയാക്കാൻ വേറൊന്നുമില്ലെന്നേ, നമ്മുടെ കർത്താവിനെ മാത്രമേ ഉള്ളൂ. നമുക്ക് മനുഷ്യരെ നോക്കി ചിലപ്പോൾ അവരെക്കാളും ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്, അവരത് പറയാം. നമുക്ക് മാതൃകയാക്കാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൽ തികഞ്ഞവരായി തിരുവാന്തക്കണം. ദൈവം നമ്മെ അനുദിന ജീവിതത്തിൽ സഹായിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള സന്തോഷം, സ്നേഹം, സന്തോഷം എന്നുള്ളത്. സന്തോഷം എന്ന് പറയുന്നത് വളരെ ബൈബിളിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സന്തോഷത്തിനെ കുറിച്ച്. നമ്മൾ എന്തിനകത്ത് സന്തോഷിക്കുന്നത്? നമ്മുടെ പിള്ളേർക്ക് നല്ല ജോലി കിട്ടുന്നതാണേ, നമ്മുടെ പിള്ളേർക്ക് അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കുന്നതാണേ, നമുക്ക് നല്ലൊരു വണ്ടി കിട്ടുന്നതൊക്കെ നമുക്ക് സന്തോഷമായില്ലേ? പക്ഷെ ബൈബിളിൽ പറയുന്ന അതൊന്നുമല്ല. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നതാണ്. ലൂക്കോസ് ശിഷ്യം 10-20 വാക്യമാണ്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറയുന്നു. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 8:39 പറയുന്നു, അതവര് സ്നാനപ്പെട്ടതിൽ എത്യോപ്യൻ ക്ഷണൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ പോയി എന്ന് വളരെ വ്യക്തമായിട്ടോടെ പറയുന്നുണ്ട്. അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം അതിനകത്ത് വളരെ 5-ാം അധ്യായം 12 വാക്യം പറയുന്നു, നമ്മെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുന്നോണെ നമ്മൾ അതായത് സന്തോഷം ഘോഷിച്ച് ഉല്ലസിക്കാനാ പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതാ. അതുകൊണ്ട് നമ്മുടെ സന്തോഷം ഏതിലിരിക്കുന്നു നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ സന്തോഷം അതെ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ അതെ. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 40-48 വാക്യങ്ങൾ പറയുന്നു, ഹല്ലേലൂയ. അവര് തിരുനാമത്തിന്റെ അപമാനം സഹിപ്പാൻ അവരെണ്ണപ്പെട്ടത് കൊണ്ട് അവര് സന്തോഷിച്ചുകൊണ്ട് പോയെന്ന. എപ്പോഴാ? അവരെ വരുത്തി അടിച്ചു, തടവിലാക്കി അടിച്ചു, അവര് സന്തോഷിച്ചുകൊണ്ട് പോയെന്നാ പറഞ്ഞത്. അന്ന് നമ്മുടെ യഥാർത്ഥ സന്തോഷം എവിടെയായിരിക്കുന്നത്? തിരുനാമത്തിന് വേണ്ടി അത് ചെയ്യുന്നോണ്ടേ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല, നമുക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല. നമ്മളെ നമുക്ക് ശോധന ചെയ്യാം, നമ്മുടെ സന്തോഷം ഏതിലായിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മള് 2 യോഹന്നാനകത്ത് പറയുന്നു, അത് ഹല്ലേലൂയ, അവിടുത്തെ മക്കളില് ചിലര് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതില് സത്യത്തിൽ നടക്കുന്നു എന്ന് അറിയുന്നോണെ എനിക്ക് സന്തോഷമുണ്ട്. യോഹന്നാൻ പറയുന്നുണ്ട്, മാന്യനായികർക്ക് എഴുതുന്നോണെ പറയുന്നോണെ ഒരു വചനമാണ്. അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സന്തോഷം. നമ്മുടെ മക്കള് ആ ജോലി കിട്ടിയതിനകത്തൊന്നും അല്ല, അതെ, അവർ വലിയ ഉന്നത സ്ഥാനത്ത് എത്തിയല്ല, അവർ സത്യത്തിൽ കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളത് കേൾക്കുന്നോണെ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞു നിലവിളിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്കെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ കരഞ്ഞു ശരിയാ. ജോളിമാമിയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ജിനുവൊക്കെ എപ്പോഴാണ് അമ്മാമിക്ക് ഊടിൽ ഓർക്കത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്റെ ജിനുമോൻ എത്രയും പേർ. എനിക്കും അതുപോലെ അച്ഛയുടെ വിവരം നമുക്കറിയാം. ഇതിനകത്ത് ഇവരുടെയൊക്കെ നിത്യത അല്ല, അവരെല്ലാം നിത്യജീവൻ അവകാശികളായി തീരണം എന്നുള്ള. അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടി തന്നല്ല, ഇതുപോലെ രക്ഷയിലേക്ക് വരാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട്, അനേകരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് എപ്പോഴും നിലവിളിക്കണം. അല്ലാതെ നമുക്ക് അതിലാണ് നമ്മുടെ സന്തോഷം. അവരൊക്കെ ഒരാത്മാവത്തിന്റെ വില എത്ര വിലയേറിയതാ. ഒരാത്മാവ് രക്ഷയിലേക്ക് വരുന്ന സ്വർഗം സന്തോഷിക്കുന്നു എഴുതിയിട്ടുണ്ട്. സ്വർഗം സന്തോഷിക്കുന്നത് ആത്മാവിന്റെ വിടുതലില്ല, അതെ, മറ്റൊന്നിലല്ല.
അതെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സന്തോഷം ഏതിലാണെന്നുള്ളത് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. അതുപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന സമാധാനം ഉണ്ടാക്കുന്നവർ പകന സ്വർഗരാജ്യം അവർക്കുള്ളത്. ഹല്ലേലൂയ. സമാധാനം നഷ്ടപ്പെടുത്തുന്നവരാണോ സമാധാനം ഉണ്ടാക്കുന്നവരാണോ? അതെ, നമുക്ക് നമ്മുടെ ശരി എത്ര വലിയ പ്രകമ്പനം കൊണ്ടൊക്കെ വാഗ്വാദങ്ങൾക്കിടയിലും സമാധാനത്തിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ, ചെറിയൊരു വാക്ക് പറഞ്ഞാൽ, അത് നമുക്കറിയാം. വിവേകവതിയായ അബിഗലിന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയും. എങ്ങനെയായിരുന്നു? ശരിക്കും ദാവീദ് വന്ന് എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ഓടി വന്നതാ. അവള് ബുദ്ധിയോട് അന്നേരം പ്രവർത്തിച്ചു. ഭർത്താവിനോട് പറയാനോ ശരിയാ എന്ന് പറയാവുന്ന അവസ്ഥയല്ല. അവൾ ഉടനെ തന്നെ വിവരം അറിഞ്ഞപ്പോഴേ ഉടനെ തന്നെ പാഞ്ഞു പോയി അവള് ആയത് തന്നെ. നമുക്ക് 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 സഹോദരിമാർക്ക് അത് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങള് ഇത് നമുക്ക് ഒത്തിരി അങ്ങ് ഇറങ്ങി നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അല്ലില്ല പിന്നെ ചിലരുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് ചെറിയൊരു പ്രശ്നങ്ങൾ അങ്ങ് വരുന്നോണ്ടേ ഒരു പ്രവാചകനുണ്ടോ, എങ്ങനെയെങ്കിലും എനിക്ക് അതിന് ഇത് കിട്ടണം എന്നൊന്നും മനുഷ്യല്ല. നമുക്കൊരു പ്രവാചകനെ വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈവം നമ്മുടെ അടുത്തേക്ക് അയക്കും. ആ ഒരു ഉറപ്പ്. നമ്മൾ ദൈവമക്കളാണോ അതൊക്കെ ദൈവം കാണും. ഇപ്പം മിനി സിസ്റ്റർ പറയത്തില്ലേ, ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അപ്പോഴായിരിക്കും ദൈവം മറ്റവരോടെ കൽപ്പിക്കുന്നത്. ഉടനെ മനസ്സിലായോ? ഉടനെ ആശ്വാസത്തിന് വന്ന് നമ്മുടെ മൊബൈലിൽ ഇങ്ങ് വരിക. അല്ലെങ്കിൽ എങ്ങനെയായിട്ട് നമ്മളെ ദൈവം അറിയിക്കും. എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മോൻ വിഷമിച്ചിരിക്കുന്നു, അവന് പെട്ടെന്ന് ആശ്വസിപ്പിക്കണം. ഉടനെ തന്നെ എന്താന്ന് വെച്ചാലുള്ള വചനം തന്ന്, അല്ലെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ബൈബിൾ തുറക്കുന്നോണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ദൈവം വചനം തന്ന് നമ്മളെ ബലപ്പെടുത്തും. നമ്മുടെ ആശ്രയം നമ്മൾ മറ്റുള്ളവരിലാകരുത്, നമ്മുടെ ദൈവത്തിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ ദൈവത്തിലെ അതായത് യശയാപ്രവചനത്തിൽ 26-ാം അധ്യായത്തില് ആ ഒരു വചനം പറയുന്നുണ്ടല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. അതെ, നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. 3-ാം വാക്യം. സ്ഥിരമാനസനിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നത്. അതെ, ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഓരോ മക്കളെയും സമാധാനത്തിൽ നടത്താൻ നമ്മുടെ ദൈവശക്തന. അതെ, പ്രതിസന്ധി വരുമ്പോൾ സമാധാനം ഹല്ലേലൂയ. അതെ, അതിന്റെ ഫലം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം ഈ പ്രഭാതത്തില്. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഈ സമാധാനം, അതായത് ഇത് സമാധാനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം സമാധാനം ഉണ്ട്. എല്ലാവരോടും സമാധാനം. എബ്രായ ലേഖനത്തിലും അത് തന്നെയാ പറയുന്നത്, നിങ്ങൾ അവൾ സമാധാനം ആചരിക്കുന്നവരായിരിക്കും. അതായത് നമ്മൾ ആ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ഏതവസ്ഥയിലും നമ്മൾ എത്ര പ്രകമ്പനം കൊടുക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ സമാധാനം ഉള്ളവരായി തീരുവാൻ, അതായത് പൂർണ്ണ ദൈവം നമുക്ക് സകലത്തിനും മതിയായ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഏത് വിഷയത്തും സോൾവ് ചെയ്യാൻ നമ്മുടെ കർത്താവ് ശക്തനാ. അതെ, അതിന്മേലെല്ലാം അതായത് ഇതിനെയൊക്കെ കൗർക്കം ചെയ്ത നല്ല സഹോദരിമാര് തന്നെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവര്. ഹല്ലേലൂയ. അതെ, അത് നമുക്ക് അന്നേരം സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് അത് നമുക്ക് ആ ആത്മഫലം, സമാധാനമെന്ന ആത്മഫലം പുറപ്പെടുവിക്കാൻ ഇടയാവണം. അത് നമ്മളെ കാണുന്നവർ വാസ്തവമായി കണ്ടില്ലേ, ഇത്ര പ്രശ്നങ്ങൾ വന്നിട്ടും ഇത്ര പ്രതികൂലങ്ങൾ വന്നിട്ടും ധൈര്യത്തോടെ നിൽക്കുന്ന കണ്ടില്ലേ? അതെ, ഹല്ലേലൂയ. അന്നേരം അങ്ങനെ പറയാനിടയാണ്. ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ. അടുത്തായിട്ടാണ് എന്ത് പറയുന്നത്? ദീർഘക്ഷമ എന്ന ഗുണത്തെ കുറിച്ചാണ് പറയുന്നത്. ദീർഘക്ഷമ എന്നുള്ളത് നമുക്ക് വളരെ വേദോസ്തത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു ഗുണമാണ് ദീർഘക്ഷമയെ കുറിച്ച്. ദീർഘക്ഷമയും സഹിഷ്ണുതയും ഒരുപോലെ വരുന്ന, അതെ, യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെ, യോബ് നമ്മൾ കണ്ടു ദീർഘക്ഷമയെ. കൊലോസ്യർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-11 വരെ വാക്യങ്ങളില് നമുക്ക് ആ ഒരു വചനം ഒന്ന് വായിച്ചു നോക്കാം. അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം സ്തോത്രം അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട് നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം എന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും എന്നാഗ്രഹിക്കുന്നു. അതായത് എപ്രകാരമാ?
സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വലുപ്പത്തിനൊത്തവണ്ണം. അത് പറയും ഡിനാമിസ് പവർ അല്ല, അതിന് വേണ്ടത് ഗ്ലോറിയസ് പവർ തന്നെയാ വേണ്ടത്. ഗ്ലോറിയസ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ വലുപ്പത്തിനൊത്തവണ്ണം പൂർണ്ണ വളർച്ചയുടെ ആ ദൈവത്തിന്റെ ആ മഹത്വപൂർണമായ ആ വലുപ്പത്തിനൊത്തവണ്ണം നമ്മൾ പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതെ, ദീർഘക്ഷമ നമ്മൾ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അത് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, പ്രത്യാശ എന്ന വൃക്ഷത്തെ വേരോടെ വിഴുതെറിയുന്ന വരുന്നതാണ് ചിലപ്പം പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് വരും. നമ്മുടെ ആ പ്രത്യാശയെ നശിപ്പിക്കത്തക്കോണം അങ്ങനെയുള്ള വരും. പക്ഷെ നമ്മൾ അവിടെ എല്ലാം ദീർഘക്ഷമയോടെ നിൽക്കണം തന്നെയാണ് കഷ്ടത. അതായത് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം വാക്യം പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരായിത്തീരണം. എങ്ങനെയാ കഷ്ടങ്ങളിലും പ്രശംസിക്കാൻ പറ്റുന്നത്? നമ്മളിങ്ങനെ ഈ അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തോണം പൂർണ്ണമായിട്ട് ശക്തിയോടെ ബലപ്പെടുന്നതുകൊണ്ട് മാത്രമാണ്. അതായത് ആ ഗ്ലോറിയസ് പവർ നമുക്ക് ലഭിക്കുമ്പോൾ തന്നെയാണ്. ഹല്ലേലൂയ. അത് ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദീർഘക്ഷമയോടെ ഇരിപ്പാന്തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയാവട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുന്നത് സൗമ്യത എന്ന നമ്മൾ ദയയും പരോപകാരവും വിശ്വസ്തതയും, ദയയും പരോപകാരവും വിശ്വസ്തതയും കർത്താവ് നമ്മളോട് ദയ കാണിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിക്കണം. ദയ കാണിക്കാറ് കർത്താവിന്റെ ദയ എന്തുവാ? കർത്താവിന്റെ സ്നേഹം. അതെ, പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന റോമർക്ക് ലേഖനത്തിൽ 5-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമുണ്ട്. കർത്താവ് നമ്മളോട്, അതായത് കർത്താവ് തന്നെ ലൂക്കോസിന്റെ മത്തായിയുടെ സുവിശേഷത്തില് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഒരു ദാസന് ചെന്ന് രാജാവ് ദൈവമൊക്കെ കാണിച്ചു, പക്ഷെ വഴി പോയപ്പം അയാൾ കണ്ടുന്ന പിടിച്ച് അയാളെ തടവിലാക്കിയൊക്കെ ചെയ്തു. വേറെ പറഞ്ഞു, ഞാൻ നിന്നോട് ദയ കാണിച്ചില്ല, ഞാൻ നിന്നോട് കരുണ കാണിച്ചില്ലേ, നിനക്ക് അവനോട് മറ്റവനോട് കരുണ കാണിക്കാം. കർത്താവ് നമ്മളോട് ദയ കാണിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിക്കും. കർത്താവ് നമ്മളോട് കാണിച്ച ദയ അത്ര കൊച്ചു കാര്യമൊന്നുമല്ല. നമ്മളെ കാണിച്ചത് നമ്മളോട് ദൈവം കാണിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത്. നമ്മളെ വീണ്ടെടുത്ത അരുമനാഥന്. അതല്ലേ, നമുക്ക് വേറൊന്നും നമുക്ക് തുല്യം ചെയ്യാനില്ല. നമ്മളോട് ദൈവം കാണിച്ച സ്നേഹം. അതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കാതെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യും, പരോപകാരം ചെയ്യണം. കാരണം നമുക്ക് പറ്റുന്നോണം, മാക്സിമം പറ്റുന്നോണം നമുക്ക് മറ്റുള്ളവർക്ക് സഹായം ചെയ്യണം. അത് നമ്മുടെ ഡ്യൂട്ടിയാ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളിൽ പേര് പറയുന്നവര് വളരെ വ്യക്തം. നമ്മൾ അന്യരെ സഹായിക്കണം, അത് തന്നെയല്ല, സഹോദരന് പേര് പറയുന്ന ഒരാള് നമ്മുടെ ക്രിസ്തു ശരീരത്തിലെ അവയവങ്ങളാണെന്ന ബോധത്തോടെ നമ്മളറിയാമല്ലോ. നമ്മുടെ ഒരു കൈക്കൊരു ഒരു മുറിവ് എത്തിക്കുക, മറ്റേ കൈ കൊണ്ട് നമ്മൾ തുടച്ചു കൊടുക്കും. എന്തുകൊണ്ടാ? അത് നമ്മുടെ ശരീരത്തിലെ നമുക്ക് വേദനിക്കുന്നോടെ നമുക്ക് അതുപോലെ വേദന ഉണ്ടാകണം. ഒരാൾ അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ പ്രയാസത്തിൽ നമ്മൾ അവരെ സഹായിക്കണം. അത് എന്നുള്ള വളരെ മസ്റ്റായിട്ട് നമ്മൾ ഓർക്കണം. നമുക്കുള്ളതാണ് വിശ്വസ്തത. അതായത് 101-ാം സങ്കീർത്തനം പറയുന്നു, വിശ്വസ്തന്മാരുണ്ടോ, എന്റെ ദൃഷ്ടി അവന്മാരുടെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. ദേശത്തിലെ വിശ്വസ്തന്മാരുണ്ട്, അവരെന്റെ കൂടെ വസിക്കേണ്ടതിന് അവരുടെ മേലെ എന്റെ ദൃഷ്ടിയുണ്ട് എന്നത്. നമ്മളെപ്പോഴും അതെ, ദൈവം കർത്താവ് നോക്കുന്ന ഒരു ഗുണമാണ് വിശ്വസ്തത. നമ്മൾ വിശ്വസ്തതയുള്ളവരായിരിക്കണം തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, നമുക്ക് ഓരോ ദിവസവും നമ്മൾ വിശ്വസ്തരായിട്ട് തന്നെ നമുക്ക്, അതുപോലെ പറയുന്നുണ്ട്, അത്യല്പത്തിൽ വിശ്വസ്തൻ അധികത്തിന് വിചാരനാക്കും എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ദൈവത്തെ മാമൂനെ ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അത് കർത്താവിനെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട്, അതായത് നമ്മൾ കർത്താവിനെ നമ്മുടെ ഈ ലോകത്ത് നമുക്കറിയാം ഇതെല്ലാം നശിച്ചു പോകുന്ന കാര്യങ്ങളാ. ഇവിടുത്തെ അല്ല. നമ്മുടെ നമ്മുടെ സ്റ്റാറ്റസ് എന്തുവാ? നമ്മളെപ്പോഴും നമ്മുടെ പൗരത്വം സ്വർഗത്തില. അതിന്റെ ഗുണം കാണിക്കേണ്ടവര് നമ്മളെപ്പോഴും നമ്മൾ അവിശ്വസ്തയോടെ നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരുന്നത് പോലെ നമ്മളെ മാതൃയാക്കാൻ വേറെ ആരുമില്ല. അതാ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. മാതൃയാക്കാൻ നമ്മുടെ അവന്റെ കാഴ്ചയോട് പിന്തുടരാൻ വേണ്ടി ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മാതൃയാക്കാൻ മനുഷ്യരോട് നമ്മൾ വിചാരിക്കുകയോ അവരെക്കാളൊക്കെ ഞാൻ വിശ്വസ്തരാ, അവരെക്കാളൊക്കെ എന്തായാലും ഞാൻ നല്ലവരാ എന്ന് നമ്മളെ തന്നെ നമ്മളങ്ങ് മാറിടും. പക്ഷെ ഇല്ല, നമുക്ക് മാർഗിടാൻ നമുക്ക് നോക്കാൻ വേണ്ടി നമ്മുടെ കർത്താവിലേക്ക് നോക്കിയുണ്ട്. അതെ, ശാസനായൻ പൂർത്തിനകത്ത് യേശുവിനെ മാത്രം നോക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. വേറെ ആരെയും ചില മനുഷ്യരെയൊക്കെ മാർഗിട്ട് നോക്കി കഴിഞ്ഞാല് അയ്യോ നമ്മൾ തന്നെ പരാജയപ്പെടും. അയ്യോ വേണ്ടാന്ന് വെച്ച് ഓടിക്കളയും.
ഇങ്ങോട്ട് ഇറങ്ങിയതേ തെറ്റിപ്പോയി, വഴിയിൽ അങ്ങ് നിന്നാ മതി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ആ ഒരിക്കലും മനുഷ്യരെ നോക്കി നമ്മൾ മുന്നോട്ട് വൻ സ്റ്റെപ്പ് വെക്കരുത്. ഊനമില്ലാത്ത നമ്മുടെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മാത്രം നോക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവൂ. എന്നാൽ മാത്രമേ നമ്മുടെ ആ വിജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നമുക്ക് പറ്റത്തുള്ളൂ. നമ്മളെ ഹല്ലിൽ അതുപോലെ സൗമ്യത, നമ്മുടെ ബൈബിളിലാണ്ട് 53 ആഭരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെന്നാ പറയുന്നത്. 59 ആഭരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെന്നാ പറയുന്നത്. പക്ഷെ പുതിയ നിയമ വിശ്വാസികൾക്ക് ഒറ്റ ആഭരണമേ ഉള്ളൂ, സൗമ്യത എന്ന ആഭരണം. ഈ സൗമ്യത എന്ന ആഭരണം മാത്രമാണ് പുതിയ നിയമ വിശ്വാസികൾക്കുള്ളത്. അതെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എന്റെ അടുക്കൽ വരും, ഞാൻ സൗമ്യനും താഴ്മയുള്ളവനായിരിക്കുന്നത് പോലെ. അതെ, അതെ, ഞാൻ സൗമ്യനും താഴ്മയും ഉള്ളവനായിരിക്കുക. നിങ്ങൾ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിന്. അത് മറ്റാരോടും ചേർന്ന് നടക്കാൻ പറഞ്ഞില്ല, മറ്റാരോടും ചേർന്ന് നടക്കാനില്ല, മറ്റവരോട് ചേർന്നൊക്കെ നടന്നല്ല. അത് എപ്പോഴും നമ്മുടെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ തന്നെ ഇടയാവട്ടെ. ഹല്ലേലൂയ. നമുക്ക് എങ്കിൽ അതുപോലെ അതുപോലെ പറയുന്നുണ്ട് 1 പത്രോസ് 2 അതെ, അതുപോലെ പറയുന്നതാണ്. അത് ഇതിനകത്ത് ഒരു വചനം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. 1 കൊലോസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, അതായത് 3:12. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതനാരും വിശുദ്ധനാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവഴക്കുണ്ടായാലും തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും. അതെ, ഹല്ലേലൂയ. നമുക്ക് അതേ ഇവിടെയും പൗലോസ് അപ്പോസ്തലനെ ഓർപ്പിക്കുന്ന, സഭയെ ഓർപ്പിക്കുന്ന കാര്യമാ, നമ്മൾ സൗമ്യതയുള്ളവരായി തീരണം. അല്ലെങ്കിൽ സൗമ്യത, അതായത് എപ്രകാരം സൗമ്യത, നമ്മുടെ കർത്താവ് സൗമ്യനായിരുന്നത് പോലെ നമുക്ക് താഴ്ന്നത്. അതും പറയുന്നുണ്ട്, സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമെന്നാ പറയുന്നത്. അതായത് 5-ാം അധ്യായത്തില്, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തില് അതിനകത്ത് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഉപദേശിക്കുന്ന ഒരു പ്രധാന ഗുണമാണ് സൗമ്യത. അതായത് നമ്മൾ സൗമ്യരായിരിക്കണം. കർത്താവ് മിണ്ടാതെ സൗമ്യനായി നിന്നു. എവിടെ? പീലാത്തോസിന്റെ മുമ്പിലുമല്ല. നമ്മൾ ചിലയിടത്തും നമ്മൾ അങ്ങ് മൗനം പാലിച്ചേക്കണം. നമുക്ക് അത് മൗനം പാലിക്കുന്ന എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. പണ്ട് ഞാൻ ചിലയിടത്തൊക്കെ മിണ്ടാതെ നിൽക്കാൻ, അന്നേരം എൻ്റെ നമ്മുടെ അച്ഛ പറയും, എൻ്റെ ഹസ്ബൻഡ് പറയുന്ന പൊട്ടിയാണെന്ന്. ഒന്നും നമ്മൾ ചിലയിടത്ത് അങ്ങ് പൊട്ടിയാകുന്നതാണ് നല്ലത്. നമ്മളങ്ങ് പൊട്ടിയാകുന്നതാണ് നല്ലത്. നമ്മളൊന്നും അറിയാതെ നിന്നാല് അതാ നല്ലതെന്ന്. കാരണം ഒത്തിരി അതെ, ഈയിടെ എനിക്ക് ഒരു വചനം കിട്ടിയായിരുന്നു. രാവിലെ എഴുന്നേറ്റാണ് അതിന് വായി വന്നത്. അപ്പൊ ആവിഷ്ടാനക്കാരൻ പിടിക്കത്തില്ലെന്ന്. അതായത് നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാതെ ഒറ്റ വാക്ക് പറയാൻ പോരുത്. നമ്മുടെ പലയിടത്തും അങ്ങ് മൗനം പാലിക്കുന്നത് തന്നെയാ നമുക്ക് സൗമ്യതയായിട്ട് അങ്ങ് നടക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതെച്ച് പിന്നെ നമ്മൾ ഇന്ദ്രിയ ജയമുള്ളവരായിരിക്കണമെന്ന് നമ്മളെ ഇന്ന് രാവിലെ നമ്മൾ ഓർക്കണം. ഇന്ദ്രിയ ജയം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ ഇതിലാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. ഇന്ദ്രിയ ജയം 1 യോഹന്നാനകത്ത് പറയുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ടച്ച് ചെയ്യുന്ന കാര്യമാണ്. പിശാച് മാക്സിമം അതിനകത്തിട്ട് മനുഷ്യനെ ഇട്ട് കറക്കും. അല്ലേ അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ഒന്നാമത്തെ ഇന്നത്തെ കാലത്ത് വീട്ടിൽ എങ്ങും പോണ്ടല്ലോ, മൊബൈലല്ലേ നമ്മളെ കയ്യിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മള് എത്ര വേണ്ടെന്ന് വെച്ചാലും ഒന്ന് നോക്കിക്കളെ, അതിനകത്ത് എന്തുണ്ട്? ഒറ്റ സ്ക്രോളിങ് അടക്കുന്നു. അതെ, അതാണ്. അന്നേരം കാണുന്നതും കേൾക്കുന്നതും എല്ലാം എങ്ങോട്ടാ പോകുന്നത്? നമ്മള് അയ്യോ കർത്താവ്, ഇന്നത്തെ കാലത്ത് ഞാൻ എന്ന് എൻ്റെ കർത്താവ് എനിക്ക് ഈ മൊബൈലിനെ ജയിക്കാനുള്ള കൃപ വേണമെന്ന് ഞാൻ പലപ്പോഴും ദിവസത്തിൽ റിയലി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായത്. എനിക്ക് മൊബൈലിനെ ജയിക്കാനുള്ള ഒരു കൃപ വേണമെന്നുള്ളത്. സ്തോത്രം. അല്ലല്ലേ, മിനിസ്റ്റർ പറയും ചിലപ്പോൾ നമ്മൾ ചില കുക്കിംഗ് കാണുന്നോണെ ഇരുന്ന് പോകും. എനിക്കിഷ്ടമാണ് തയ്യലിന്റെ ചില ട്രിക്സ് കാണുന്നത്. എൻ്റെ മനസ്സിനകത്ത് എനിക്ക് ഇഷ്ടമാണ്. ചില ഈസി ട്രിപ്പ്, പിന്നെ എളുപ്പമുള്ള കുക്കിംഗ് കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതിനകത്ത് എന്തെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുണ്ടോ അങ്ങനത്തെ. പക്ഷെ അറിയാതെ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കി കളയുന്ന ഒരു കാര്യമാണത്. അന്നേരം ഇന്ദ്രിയങ്ങളെ നമ്മൾ ജയിക്കാൻ പല മോഹങ്ങൾ, ഇതിനകത്തെല്ലാം ജഡത്തിന്റെ മോഹങ്ങൾ അതിനകത്ത് കിടക്കുന്നതല്ല. നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ച പിശാചാത് ഈ 3 മേഖലകളിലും ലൂക്കോസ് 4-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നു. ഈ 3 മേഖലകളിൽ നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചു. നമുക്ക് അതിനെ ജയിക്കാനുള്ള കൃപ കിട്ടാനാണ് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ദൈവരാജ്യം ആദ്യം ഏൽപ്പിച്ചത് യഹൂദന്മാരെയാ. അതായത് ദാവീദിന്റെ ഗ്രഹത്തെ അവരതിന്റെ ഫലം കൊടുക്കാഞ്ഞതിനാലാണ് അവരിനത് എടുത്തു മാറ്റിയത്.
നമ്മൾ ഫലം കൊടുക്കുന്നവരായി തീരണം തന്നെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മളതാ ഒരു അശുദ്ധനും അവിടെ പ്രവേശിക്കുകയില്ലെന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഏൽപ്പിക്കുന്നു. ഒരു അശുദ്ധനും അവിടെ കടക്കുകയില്ല. നമ്മൾ അനുദിനം ഈ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഇടയാവട്ടെ. ഹല്ലേലൂയ. അത് എപ്പോഴും നമ്മുടെ നാവിൽ കൂടെ പെസിമിസ്റ്റ് ആകരുത്. നമ്മളെപ്പോഴും അപ്രത്യാശയുടെ വാക്കുകളെ വരത്തുള്ളൂ. ഒരിക്കൽ രണ്ടുപേര് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പുറപ്പെടാൻ കാർമേഘം ഒക്കെ വന്നു. കാർമേഘം വന്നു കഴിഞ്ഞോണെ ഇന്ന് പോകണ്ടായിരുന്നു, മഴയാ, ഇന്ന് മേഘം ആപ്പാടെ എല്ലാം കൂടി ഉരുണ്ട് കൊടുന്ന് പോകുകയേ വേണ്ട ഒരു കാര്യമില്ല എന്നും പറഞ്ഞു. സാരമില്ലെന്നേ, മഴ പെയ്യട്ടെന്ന്, എത്രയാളോ മഴയിൽ അടക്കുക, ഇച്ചിരി വെള്ളമൊക്കെ ഭൂമിക്ക് കിട്ടിക്കോട്ടെ എന്ന് മറ്റവൻ പറഞ്ഞു. അവരവിടുന്ന് മുമ്പോട്ട് പോയി ഒരു കാട്ടിലേക്ക് പോകുന്നത്. അങ്ങോട്ടേ പോകുമ്പോഴേ കുറച്ച് മുൾച്ചെടികളൊക്കെ കിടക്കുന്ന അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ യാത്ര ശുഭാകത്തില്ലെന്ന്, അന്നേരം പറഞ്ഞില്ലേ. രണ്ടാം പറഞ്ഞു, എന്തോ ഒരു കമ്പിട്ട അയാള് അതിനെ തോണ്ടിയെല്ലാം അങ്ങോട്ട് കളഞ്ഞ് പിന്നെ യാത്ര തുടർന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പം ഒരു കടന്നലിന്റെ എല്ലാം കൂട്ടം. ഞാൻ പറഞ്ഞില്ലേ വരികയേ വേണ്ടായിരുന്നെന്ന്. പിന്നെ നിങ്ങൾ ഒരുത്തനടിച്ച് സാരമില്ലെന്നേ. എന്നിട്ട് അയാൾ അതെല്ലാം കൂടെ കരിയിലെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് തീയെല്ലാം കത്തിച്ചപ്പോഴത്തേന് ഇതെല്ലാം പറന്നങ്ങ് പോയി. നല്ല ഒന്നാം തരം തേൻ കിട്ടി അതിനകത്തുനിന്ന്. അന്നേരം ഒരു പെസിമിസ്റ്റ് എപ്പോഴും നമ്മുടെ കൂടെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്യല്ല, നമ്മളെ പുറകോട്ട് വലിക്കും. നമ്മളെപ്പോഴും ഓപ്റ്റിമിസ്റ്റ് ആയിരിക്കട്ടെ, പ്രത്യാശയുടെ വാക്കുകൾ പറയാം. നമ്മുടെ വചനം നമ്മളെ ആത്മഫലത്താൽ നിറയുന്നവരായി തീരാം. നമ്മുടെ ജീവിതത്തിലൂടെ അനേകർക്ക് കർത്താവിനെ കാണും. നമ്മുടെ അനുദിന സാക്ഷിയുള്ള ജീവിതം നമ്മള് കർത്താവിന്റെ ജീവനുള്ള സാക്ഷികളാ. അതെ, ഹല്ലേലൂയ. നമ്മൾ വചനം വെറുതെ വായിച്ചു വിടുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് മാക്സിമം നമ്മൾ പ്രയോജനപ്പെടും. അതേ നമ്മുടെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം ഇടയാവട്ടെ. അതിനായി നമ്മളെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ.